ആഗോള അയ്യപ്പ സംഗമം കഴിഞ്ഞതിന് പിന്നാലെ രാഷ്ട്രീയ ചർച്ചകൾ സജീവം. യുവതീ പ്രവേശന സമയത്ത് എതിരായ അയ്യപ്പ ഭക്തരെ ചേർത്ത് നിർത്തിയാണ് സംഗമം സംഘടിപ്പിച്ചതെന്ന് സർക്കാരും സംഗമം വൻ പരാജയമെന്ന് KPCCയും വിലയിരുത്തുന്നു. പങ്കാളിത്തം ഉൾപ്പെടെ കുറവാണെന്ന് കാണിച്ച് പ്രചാരണം നടത്താനും KPCC തീരുമാനം. അതേസമയം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നൽകിയ ആശംസാ സന്ദേശം സംഗമത്തെ എതിർത്ത BJPക്ക് വലിയ തിരിച്ചടിയാണ് നൽകിയത്. വിവരങ്ങളുമായി റോഷിപാലാണ് ചേരുന്നത്. റോഷിപാൽ, എന്തായാലും ഈ സംഗമത്തിന് ശേഷം വിവാദങ്ങൾ, രാഷ്ട്രീയ ചർച്ചകൾ സജീവമാവുകയാണ്. ഇന്നലെ അടക്കം ഈ ഒഴിഞ്ഞ കസേരകൾ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. സംഗമം അത്ര വിജയമല്ല എന്ന് പ്രതിപക്ഷം പറയുമ്പോൾ വിജയമാണ് എന്നാണ് സർക്കാർ പറയുന്നത്. ഏത് രീതിയിൽ നമുക്ക് ഇതിനെ വിലയിരുത്താം? ഇനിയുള്ള ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? ആഗോള അയ്യപ്പ സംഗമം ശബരിമലയുടെ വികസനത്തിന് വഴിയൊരുക്കും എന്ന വിലയിരുത്തൽ തന്നെയാണ് സംസ്ഥാന സർക്കാരിന്. ഏതായാലും സർക്കാർ സംഘടിപ്പിച്ച ഈ സംഗമം പ്രതിപക്ഷത്തിന്റെയും BJPയുടെയും എതിർപ്പ് അവഗണിച്ചായിരുന്നു. ആ എതിർപ്പ് അവഗണിച്ചു പോലും വലിയ ജനപങ്കാളിത്തം ഉണ്ടാക്കാൻ സാധിച്ചു എന്ന വിലയിരുത്തലും സർക്കാരിന്റെ ദേവസ്വം ബോർഡിനുമുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ആവേശം ഉൾക്കൊണ്ട് തന്നെ മുന്നോട്ടേക്ക് അത് ശബരിമല മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കാനുള്ള സ്പോൺസർമാരെ ഉൾപ്പെടെ കണ്ടെത്താനുള്ള ശ്രമമായിരിക്കും ഇനി സർക്കാരിന്റെ ഭാഗത്ത് അടുത്ത ഘട്ടത്തിൽ ഉണ്ടാവുക. മറുഭാഗത്ത് പ്രതിപക്ഷം, പ്രത്യേകിച്ച് UDFും BJPയും ഒക്കെ വിമർശിക്കുന്നത് രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ എന്ന ലക്ഷ്യം വെച്ചു തന്നെയാണ് ഇത്തരം പരിപാടി സംഘടിപ്പിച്ചത്. അതിന് ജനപങ്കാളിത്തം ഒട്ടുമില്ല, പൂർണ്ണമായും പരാജയപ്പെട്ടു പരിപാടി. അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്ന ഒരു വിമർശനമാണ് UDF നേതാക്കളുടെ ഭാഗത്ത് ഉണ്ടാകുന്നത്. ഏതായാലും നേരത്തെ യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട് സർക്കാർ സ്വീകരിച്ച നിലപാട്, ആ നിലപാട് തിരുത്താത്ത ഒറ്റ സാഹചര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് UDF പരിപാടിയുമായി സഹകരിക്കാതിരുന്നത്. പ്രതിപക്ഷ നേതാവടക്കം UDF ബഹിഷ്കരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ ഇന്നലെ UDF നേതാക്കൾ ഇത് പരിപാടിയുമായി സഹകരിച്ചില്ല, അവർ വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. മാത്രമല്ല അവസാന നിമിഷം ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ചൂണ്ടിക്കാണിച്ച് ശബരിമല അയ്യപ്പ സംഗമത്തിൽ ഭക്തന്മാർ പങ്കെടുക്കരുതെന്ന ആഹ്വാനം കൂടി പ്രതിപക്ഷ നേതാവ് നടത്തിയതാണ്. ഏതായാലും ഇതൊരു തെരഞ്ഞെടുപ്പ് തൊട്ടുമുമ്പുള്ള സാഹചര്യത്തിൽ LDFന് ഗുണം ചെയ്യുമെന്നുള്ള പൊതു വിലയിരുത്തൽ കൂടിയുണ്ട്. ഈ സാഹചര്യം കൂടിയാണ് UDF വിട്ടു നിൽക്കാനുള്ള പ്രധാന കാരണവും. ഏതായാലും BJP സംഘപരിവാർ സംഘടനകൾ ബദലായി നാളെ അയ്യപ്പ സംരക്ഷണ സംഗമം പന്തളത്ത് സംഘടിപ്പിക്കുമ്പോൾ അത് ഏത് തരത്തിലാകുമെന്ന ഒരു വിലയിരുത്തൽ കൂടിയുണ്ട്. അത് ആകാംക്ഷയോടെയാണ് LDFും UDFും ഒക്കെ നോക്കിക്കാണുന്നത്. ഏതായാലും വലിയൊരു ഭാഗം അയ്യപ്പ ഭക്തർ ആ പരിപാടിയിലേക്ക് എത്തിച്ചേരുമെന്ന കണക്കുകൂട്ടൽ കൂടിയുണ്ട്. ഏതായാലും ഇപ്പോഴും UDF കണക്കുകൂട്ടുന്നത് പൂർണ്ണ പരാജയമാണ്, ജനപങ്കാളിത്തമില്ല. കാരണം ഈ പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗിച്ചു തുടങ്ങിയപ്പോൾ തന്നെ അവിടെ പങ്കെടുത്തവർ പലരും സദസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നടക്കമുള്ള വിമർശനങ്ങളാണ് ഒരു ഭാഗത്തുള്ളത്.